നമസ്കാരം, വിനോദ് കുമാർ വേട്ടാടി. IELTS റീഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് മാച്ച് ദ ഹെഡിങ്. വിവിധ പാരഗ്രാഫുകൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഹെഡിങ് തന്നിട്ടുള്ള ലിസ്റ്റ് ഓഫ് ഐറ്റംസിൽ നിന്ന് തിരഞ്ഞെടുക്കുക. പലപ്പോഴും ആൾക്കാർ ഇത് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. ഒരു പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ ഓവറോൾ ഐഡിയ ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. ഓവറോൾ ഐഡിയ ഗസ് ചെയ്യണമെങ്കിൽ ടോപ്പിക്, സെൻറ്റൻസ്, മെയിൻ ഐഡിയ, മെയിൻ തീം ആ പാരഗ്രാഫിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. അത് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കാതെ വരുമ്പോൾ ആൾക്കാർ പിന്നെയും വായിക്കുന്നു, അല്ലെങ്കിൽ മനസ്സിലാവാത്ത അല്ലെങ്കിൽ കൺഫ്യൂഷനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ട് അവർ പിന്നീട് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുന്നു, അവിടെയും അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് മാറുന്നു. ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഈ ചോദ്യം ചെയ്യുമ്പോൾ ധൃതി കാണിക്കാൻ പാടില്ല. അത് ഇത്തിരി സമയം എടുക്കുന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള 10, 50, 100 എണ്ണം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം IELTSന്റെ എക്സാമിനേഷൻ എഴുതാൻ പോകാൻ. അല്ലാണ്ട് 5, 6 മാച്ച് ദ ഹെഡിങ് ക്വസ്റ്റ്യൻ ചെയ്തു എന്ന് വെച്ച് അത് ഈസി ആയിരിക്കണമെന്നില്ല. 10, 15 ചെയ്താലും ഈസി ആയിരിക്കണമെന്നില്ല. ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ല, അതിനേക്കാളും പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പാരഗ്രാഫിൻ്റെ മീനിങ്ങും എപ്പോഴാണോ കൃത്യമായിട്ട് മനസ്സിലാക്കി വായിക്കാൻ സാധിക്കുന്നത്, അതിന് പ്രത്യേകിച്ച് ഇപ്പോൾ വൊക്കാബുലറി എല്ലാ വാക്കിൻ്റെയും അർത്ഥം അറിയണമെന്നൊരു നിർബന്ധമില്ല. മൊത്തത്തിലുള്ളൊരു ഓവറോൾ മീനിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അതിൽ മെയിൻ ഐഡിയ എന്താണെന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കണം. മെയിൻ ഐഡിയ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ മെയിൻ ഐഡിയ ആണ് ടൈറ്റിലായിട്ട് വരാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം പാരഗ്രാഫ് വായിക്കുക, അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക, ലിസ്റ്റ് ഓഫ് ഐറ്റംസിലേക്ക് പോവുക, എന്നിട്ട് ഏറെക്കുറെ മീനിങ് വരുന്ന 1, 2 എങ്കിലും മിനിമം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് വളരെ ക്വിക്കായിട്ടുള്ള മറ്റൊരു പാരഗ്രാഫ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ അതേ പാരഗ്രാഫിനെ മറ്റൊരു പ്രാവശ്യം കൂടി വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു റീഡ് ദ പാരഗ്രാഫ് സ്ലോലി, ഗ്രാജുവലി ആൻഡ് മീനിങ്ഫുള്ളി. Understand the main idea of that paragraph, which is not quite easy for everybody else. It takes some time, or it takes some more practices of reading. So please understand that you need to know how to read the paragraph thoroughly and understand the meaning of the given paragraph before you go for reading the list of items given in the column. And if you do that with more than 15 to 25 same practices, or if you do increase the number of practice, it actually gives you an upper hand in tackling the intricacies and complexities of that question. Thank you very much.